ഇപ്പോഴുള്ള ചർച്ചകൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് വരും. നേരത്തെ പറഞ്ഞാണല്ലോ അർഹത ഉണ്ട് എന്നുള്ളത്. യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ്. എങ്ങനെയാണ് UDFൻ്റെ ഒരു പ്രതീക്ഷകൾ? വലിയ പ്രതീക്ഷയാണ്. നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് വരും. ഒരു ജനവിരുദ്ധ സർക്കാരിൻ്റെ ഒരു ആൻറ്റി ഇൻകംബൻസി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് തീർച്ചയായും ഇതിൽ പ്രകടമാവും. UDFൽ ജനങ്ങൾക്ക് വിശ്വാസം കൂടിയിരിക്കുന്നു. ഇവിടെ ഒരു ഭരണമാറ്റം വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇടതുപക്ഷ ചിന്തകന്മാർ മാത്രമല്ല, എല്ലാവരും ഒരു പൊതുസമൂഹം അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് വികസനങ്ങൾ കേരള സമൂഹം സ്വപ്നം കാണുന്ന ഒരുപാട് വികസനങ്ങൾ അതിനിയും ഒരുപാട് ഇവിടെ വരാനുണ്ട്. അതൊന്നും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അതൊക്കെ ഇല്ലാതായി പോയി എന്നുള്ള സങ്കടം കേരളത്തിനുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായി ഒരു തിരിച്ചുവരവ് UDFൻ്റെ തിരിച്ചുവരവ് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായും ഈ ഒരു ഇലക്ഷനിൽ റിസൾട്ടിൽ മെയ് 4-ാം തീയതി വരുമ്പോൾ ഉണ്ടാവും. യൂത്ത് ലീഗിന് വലിയ പ്രാധാന്യം ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. യുവാക്കളുടെ വലിയ നിര തന്നെ നിയമസഭയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, തീർച്ചയായും വലിയൊരു അംഗീകാരമാണ് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് നൽകിയിട്ടുള്ളത്. ഒരു വലിയ യുവനിരയെ ഇവിടെ അണിനിരത്താൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട്. അതുതന്നെ നമ്മുടെ ഒരു വിജയത്തിൻ്റെ ഒക്കെ ഒരു വലിയ മാനദണ്ഡമായി അത്തരം ആ സെലക്ഷൻ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുത്തു എന്നുള്ളത് തന്നെ ഒരു വിജയത്തിൻ്റെ ഒരു ആരവം കൂട്ടും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പേരാമ്പ്രയിലെ ഫാത്തിമ തഹ്ലിയയുടെ സാധ്യത എങ്ങനെയാണ്? അല്ല, എല്ലാവരുടെയും സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഏറ്റവും നല്ല സാധ്യത ഇപ്പം പിടിച്ചെടുക്കാൻ ഒരുപാട് മണ്ഡലങ്ങൾ അവിടെയുണ്ട്. ഒരുപാട് ഇടതുപക്ഷ കോട്ടകൾ ഇളകും. എല്ലാവരിലും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അവിടെ പ്രത്യേകിച്ചും ഈ വർഗീയ പരാമർശം ഉൾപ്പെടെയുള്ള അനൗൺസ്മെൻറ്റ് വിവാദം ഉൾപ്പെടെ ചർച്ചയായതാണല്ലോ. തീർച്ചയായും അതങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാലങ്ങളിലും അതുപോലുള്ള സംഗതികളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇതിൽ യാതൊരു വിധ രീതിയിലും അത് ഏഷ്യുകയില്ല. ഇവിടെ ജനാധിപത്യം വിജയിക്കും, ഇവിടെ ജനങ്ങൾ വിജയിക്കും. UDFിനകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ചർച്ചകൾ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇല്ല, മുഖ്യമന്ത്രി ചർച്ചകൾ ഉണ്ടാവേണ്ടത് റിസൾട്ടിന് ശേഷമാണ്. അതിൽ കോൺഗ്രസിൻ്റെ പാർട്ടി അതിന് നേതൃത്വമുണ്ട്. അവർ ആലോചിച്ച് തീരുമാനമെടുക്കും. UDFൻ്റെ ഭാഗമായും അതിലൊരു നല്ല തീരുമാനം വരും. അപ്പോൾ ഇപ്പോഴുള്ള ചർച്ചകൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. അത് പൊതുജനങ്ങളൊക്കെ ഒരു അസ്വരസ്യമാക്കുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവരുതെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അന്തരീക്ഷം സമാധാനപൂർവ്വമാകുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉപമുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുണ്ടോ? അതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ടല്ലേ എല്ലാ കാര്യങ്ങളും നമുക്ക് ആലോചിക്കാൻ കഴിയുള്ളൂ. അതൊക്കെ സംസാരിച്ച് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതുപോലുള്ള ആവശ്യങ്ങളായി മുന്നോട്ട് പോകുന്നില്ല. ലീഗിന് അതിന് അർഹതയുണ്ട്. നേരത്തെ പറഞ്ഞാണല്ലോ അർഹത ഉണ്ട് എന്നുള്ളത്. പക്ഷെ അത് ഈ സമയത്ത് നമ്മളതൊരു ക്ലെയിമായി ഉയർത്തുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു സമയം വരുമ്പോൾ അത് ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നേതൃത്വം സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും മെയ് 4-ന് ശേഷം നമുക്കത് വിശദമായി സംസാരിക്കാം. വലിയ പ്രതീക്ഷ തന്നെയാണ് തങ്ങൾ പങ്കുവെക്കുന്നത്. കോഴിക്കോട് നിന്ന് ജിജീഷിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.